ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച ആണ് കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റ് റെഡി ആയിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയി. ഇപ്പൊ സമയം 6:30 അടുക്കുന്നു. നമ്മള് വെള്ളമൊക്കെ കൊണ്ട വെച്ചിട്ടുണ്ട്. കുടിവെള്ളമൊക്കെ കൊണ്ട വെച്ചിട്ട് കുട എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ആ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. നമ്മളിപ്പോ കുടയൊക്കെ ഓടി. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3:30 വരെ ഓടിയിട്ട് നമുക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ രാത്രി 10 മണി വരെ ഓടാട്ടെ. ഇതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. വണ്ടി വീട്ടിൽ കയറില്ല കേട്ടോ. അപ്പൊ നമ്മള് റോഡ് സൈഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടില്ല, ഓൺലൈൻ ആകാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കേരള സവാരിയിലെ ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടോ. എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മരടിനാണ്. ഷേണായ്സ് YMCA ജംഗ്ഷൻ എന്ന് പറഞ്ഞാ കൊടുത്തേക്കുന്നത് കേട്ടോ. ഏതായാലും കുണ്ടന്നൂരിൽ നിന്നാണ്. ഒരു 2 കിലോമീറ്റർ അപ്പുറം നിന്നാണ്. ക്യാൻസൽ ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം 2 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് യാത്രയിലൊന്നും അത്രയും ദൂരെ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ഏതായാലും നമ്മളങ്ങോട്ട് നീങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കേരള സഫാരിയിൽ ട്രിപ്പ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളത് അറ്റൻഡ് ചെയ്തു. ഓണാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് കേരള സഫാരിയിൽ അടിച്ചു. ഒരു 189 രൂപയുടെ ട്രിപ്പാണ് കേട്ടോ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ. നമ്മളിപ്പോ ഷേണായ്സിന്റെ അവിടെയാണ് കേട്ടോ. നമ്മൾക്ക് കേരള സഫാരിയിൽ ഒരു ട്രിപ്പ് കിട്ടി. 189 കാണിച്ചെങ്കിൽ പോലും ഇവിടെ വന്നപ്പോ 195 കിട്ടി കേട്ടാ. പെർ കിലോമീറ്ററിന് 27 രൂപ വെച്ച് കിട്ടി. അപ്പൊ നമ്മളിവിടെ MG റോഡിലാണ്. നമ്മൾ യൂബറും കൂടെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. യൂബറില് ഇന്റർസിറ്റി ഓൺ ആക്കിയിട്ടുണ്ട്. റെന്റൽ ഓഫ് ആക്കിയിട്ടേക്കാണ്. അപ്പൊ നമുക്കിനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് നോക്കാം. ഓക്കെ. ഏതായാലും നമുക്ക് ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ടാ അടി കിട്ടുന്നതെന്ന് അറിയില്ല. നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിടാം കേട്ടോ. ഇതൊരു ബസ് സ്റ്റോപ്പും എല്ലാം കൂടെയാണ്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാക്കണ്ട, മാറ്റിയിടാം. MG റോഡ് ആകെ വിജനമായി കിടക്കാണ് കേട്ടാ. വേറെ വെളുത്ത് വരുന്നുള്ളൂ, അതാണ്. അങ്ങനെ പാനമ്പള്ളിക്കാരിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ നിന്ന് സൗത്തിൽ നിന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് രവിപുരം ഷിപ്പ് യാർഡിന്റെ ഒക്കെ അങ്ങോട്ടാണ്. ഒരു ചെറിയ ട്രിപ്പാണ്. 131 രൂപയാണ് കാണിച്ചോട്ടാ. നമ്മുടെ യൂബറിലെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പൊ നമ്മളത് എടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബുക്കിംഗ് തന്നേക്കുന്നത് ഒരു സൗമ്യാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. നോക്കി വാ. വെറുതെ രാവിലെ അടിച്ചു മിനിച്ചിങ് പോരുവാണ്. രണ്ട് കിലോമീറ്റർ അപ്പുറേന്നാണ് ബുക്കിംഗ് വന്നേക്കുന്നത്. രാവിലെ ഓൺ ആക്കിയപ്പോ തന്നെ കേരള സഫാരിയിൽ ട്രിപ്പ് അടിച്ചോണ്ടാന്ന് തോന്നുന്നു. യൂബർ ട്രിപ്പ് തരാൻ ചെറിയൊരു മന്ദത കാണിച്ചായിരുന്നു. കാരണം 1 മണിക്കൂറോളം കാണുന്നു ട്രിപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ടും ട്രിപ്പ് കിട്ടാത്തോണ്ട് ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ട്രിപ്പ് ലഭിച്ചത്. ഇനി ആൾക്കാർ ബുക്ക് ചെയ്യാത്തോണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് യൂബറിൽ ഫസ്റ്റ് ട്രിപ്പ് ലഭിച്ചേക്കാണ്. അപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞായറാഴ്ചയൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് എങ്ങോട്ടേലൊക്കെ പോവുള്ളൂ. വിഷുവിന്റെ പർച്ചേസിന് ഇറങ്ങണമെങ്കിൽ ഒരു ഉച്ച കഴിയും. ഏതായാലും നോക്കാം. നമ്മള് അങ്ങനെ ഇപ്പൊ രവിപുരത്താണുള്ള ആ ട്രിപ്പ്. രവിപുരത്തോട്ടായിരുന്നു. രവിപുരത്ത് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. നമുക്ക് കിട്ടിയത് 125 രൂപയാണ് കേട്ടോ. 125 രൂപ ഒരു ട്രിപ്പ്. കണ്ടോ, 1.5 മണിക്കൂർ ഓൺലൈനിൽ കിടന്നിട്ടാണ് നമുക്ക് ഒരു ട്രിപ്പ് വന്നത് രാവിലെ.
കാരണം നമ്മൾ രാവിലെ ഓൺ ആക്കിയിട്ട് അപ്പം തന്നെ ഓഫാക്കി. നമുക്ക് യാത്രയിൽ ഒരു ട്രിപ്പ് ലഭിച്ചത് കൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ട്രിപ്പ് തരാൻ ലേറ്റ് ആയത്. 1.5 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ട്രിപ്പ് ലഭിച്ചത്. 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ട്രിപ്പിൽ. അതിൽ നമുക്ക് കിട്ടിയത് 125 രൂപയാണ്. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്, അടുത്ത ട്രിപ്പ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ട്രിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് പള്ളുരുത്തിലാണ്. നമുക്ക് ഇവിടെ പെരുമാനൂരിൽ നിന്ന് ഒരു പേഴ്സണൽ ട്രിപ്പ് കിട്ടി പള്ളുരുത്തിക്ക്. അപ്പൊ നമ്മള് പള്ളുരുത്തി വന്നു. ഇപ്പൊ നമ്മള് യൂബർ ഓൺ ആക്കിയിട്ടില്ല, യൂബർ ഓൺ ആക്കാൻ പോവാണ്. ഇപ്പൊ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ യൂബറിൽ രാവിലെ ഒരു ട്രിപ്പേ ലഭിച്ചിട്ടുള്ളൂ. 125 രൂപ ഓടിയിട്ടുണ്ട്. നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പിന് വേണ്ടി. ഓക്കെ. അപ്പൊ നമുക്ക് പള്ളുരുത്തിന്ന് നമുക്ക് ഇടച്ചിറ അടിച്ചേക്കാണ് കേട്ടാ. നമുക്ക് റേഡാറായിട്ടാ വന്നത്. ഒരു അബ്ദുള്ളാണ്. അപ്പൊ നമുക്ക് അബ്ദുളിനെ ഇടച്ചിറ കൊണ്ടാക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പുക്കാട്ടുപടിയിലാണ് കേട്ടോ. നമുക്ക് പള്ളുരുത്തിന്ന് പുക്കാട്ടുപടിക്കായിരുന്നു ട്രിപ്പ് ലഭിച്ചത്. അപ്പൊ ആ ട്രിപ്പിൽ നമുക്ക് ലഭിച്ച എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 448 രൂപയാണ് കേട്ടോ ലഭിച്ചത്. ഫെയർ ഇച്ചിരി കുറവായിരുന്നു, കാരണം 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 448 രൂപ കിട്ടിയല്ലോ. എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് എടുത്തില്ല പിന്നെ ട്രിപ്പ് കിട്ടില്ല. അപ്പൊ നമ്മള് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്തോ ഒരു കല്യാണ ഫംഗ്ഷൻ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും അടിക്കുമെന്ന് അറിയില്ല. ഏതായാലും നമുക്കൊരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്നൊരു പുക്കാട്ടുപടി നിന്നൊരു പെരുമ്പാവൂർ അടിച്ചേക്ക് കട്ടണം. ഒരു കിരൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിരണിനെ എടുത്ത് പെരുമ്പാവൂർ ഉണ്ടാക്കാം. ഒരു 18 കിലോമീറ്റർ ഉണ്ട്. 400 സംതിങ് കിലോ ഇതാണ് കാണിച്ചേ. ഏതായാലും നമുക്ക് കിരണിനെ പിക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് കീഴിലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. മൂവാറ്റുപുഴന്ന് കേട്ടോ അങ്കമാലി പെരുമ്പാവൂർ പോകുന്ന റൂട്ടിലാണ് കേട്ടോ. കീഴിലെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലോട്ടായിരുന്നു ആ ട്രിപ്പ്. അപ്പൊ നമ്മളവിടെ അവിടെ കൊണ്ട് ഇറക്കി. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പിന് വേണ്ടി. ഇതിപ്പോ ഇന്റർസിറ്റി ആണ്. ഇവിടെ തന്നെ ഇപ്പൊ എങ്ങോട്ടേലും അടിക്കുമെന്ന് അറിയില്ല. ഇന്റർസിറ്റി ഏരിയ ആണ്. ഏതായാലും നമുക്കിവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമ്മൾ പുക്കാട്ടുപടിയിൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചേട്ടാ. അപ്പൊ നമ്മള് ഇപ്പൊ 989 രൂപ യൂബറിൽ ഏൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് അടിക്കില്ല എന്ന് അറിയത്തില്ല. ഏതായാലും അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഓക്കെ. അങ്ങനെ നമുക്ക് കീഴിലത്തുനിന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടോ. നമുക്കിനി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ ഒരു മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. 45 മിനിറ്റ് ആയി ഇവിടെ വന്നിട്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവാം. മൂവാറ്റുപുഴന്ന് എറണാകുളം സൈഡിലോട്ട് എല്ലാം ട്രിപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം. അപ്പൊ അതൊക്കെ മൂവാറ്റുപുഴയ്ക്ക് നീങ്ങാം. ഓക്കെ. ഇവിടുന്ന് ട്രിപ്പ് ലഭിക്കുകയല്ല. ലഭിക്കാനാണെങ്കിൽ കിട്ടിയാനെ. ഒരു 3/4 മണിക്കൂറായില്ല. നമ്മള് വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. തൊടുപുഴക്കാണ്. തൊടുപുഴ കാഞ്ഞിരമറ്റമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മൂലമറ്റത്തിന് പോകുന്ന റൂട്ടാന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒരു 38 കിലോമീറ്റർ ആണ് കാണിച്ചേട്ടാ. 800 ചില്ലാൻ രൂപ. ഏതായാലും നമ്മളത് എടുത്തു, അറ്റൻഡ് ചെയ്തു. ഒരു 700 മീറ്റർ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ 4ാമത്തെ ട്രിപ്പ് തൊടുപുഴയ്ക്കായിരുന്നു. നമുക്ക് 797 രൂപ ലഭിച്ചേട്ടാ. അപ്പൊ നമ്മള് ടോട്ടലി ഏൺ ചെയ്തേക്കുന്നത് 1786 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ട്രിപ്പ് ലഭിക്കുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. ഒരു 3 മണി വരെ നോക്കാം. അരമണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വന്നിടത്തെല്ലാം അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ട്രിപ്പ് ലഭിച്ചത് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത പിന്നെ കേട്ടോ. നമ്മൾ മണ്ണൂര് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പില്ലായിരുന്നു ട്രിപ്പ് ലഭിക്കുകയോ ഇല്ലയെന്ന്. എന്നാൽ പെരുമ്പാവൂർക്ക് പോകാന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാൽ പോകാമെന്നൊക്കെ ഓർത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് തൊടുപുഴയ്ക്ക് അടിച്ച്. തൊടുപുഴയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു പറയാമേ. ടോട്ടലി ക്യാഷ് കളക്റ്റഡ് 1020 രൂപ കേട്ടോ. 1020 രൂപയായിരുന്നു ക്യാഷ് കളക്റ്റഡ്. നമുക്ക് 797 രൂപ കിട്ടി. അതിൽ 80 രൂപ നമുക്ക് ടിപ്പും തന്നു കേട്ടോ. പുള്ളി 1100 രൂപ ചെയ്തു തന്നു. അപ്പോൾ മൊത്തം ടോട്ടലി 31 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 45 മിനിറ്റ് എടുത്തു. കാഞ്ഞങ്ങാട് തൊടുപുഴ ടൗണിന് നടുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടേലും അടിക്കുമെന്ന് അറിയില്ല. അങ്ങനെ നമുക്ക് തൊടുപുഴയിൽ ഒരു ആലുവ അടിച്ചേക്കാണ് കേട്ടോ. ഒരു 1000 ചില്ലറ രൂപയുടെ ട്രിപ്പാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. എന്നാലും നമ്മൾ പോയി എടുക്കുകയാണ്. ഇനി വെയിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ, 6 കിലോമീറ്റർ ഉണ്ട്. ശരി കേട്ടോ. ഓക്കെ, ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മള് ആലുവയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ തൊടുപുഴയിൽ നിന്നുള്ള ട്രിപ്പ് ആലുവയെ ഡ്രോപ്പ് ചെയ്തു. ആലുവ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ഒക്കെ ബാക്കിലായിരുന്നു ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ലഭിച്ചത് 954 രൂപ കാണിച്ചിട്ടോ. 1058 രൂപ കണ്ട് കാണിച്ചത്. അതിൽ 954 രൂപ നമുക്ക് ലഭിച്ചു. അതിന്റെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് 53 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 1208 രൂപയാണ്. 1208 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. 954 രൂപ നമുക്ക് ലഭിച്ചു. അപ്പം നമ്മളിപ്പോൾ ആലുവയിലാണ്. ആലുവ ഡ്രോപ്പ് ചെയ്തു. അപ്പം നമ്മൾ ടോട്ടലി 5 ട്രിപ്പാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ 2900 ഓല അടിക്കുന്നത്. എങ്ങോട്ടാണോ? ചെറിയ ട്രിപ്പ്. അതൊന്നും ആർക്കും വേണ്ട. ആരും ഇല്ലാത്തോണ്ട് നിന്നടിക്കുന്ന. ഞാൻ ഓല ഓണാക്കാറില്ലായിരുന്നു. വെറുതെ ചുമ്മായിരുന്നപ്പോ വെറുതെ ഓണാക്കിട്ട് അത് റീചാർജ് ചെയ്യണം. ആ പരിപാടി നടക്കാത്തോണ്ട് വെറുതെ ഓണാക്കിട്ടിരുന്നു. ഏതായാലും വെറുതെ അടിച്ചു 97 രൂപ. ഓക്കെ, അപ്പൊ ട്രിപ്പ് പറ്റാട്ടോ. നമുക്ക് ഇച്ചിരി കോളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ലഭിച്ചില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ വന്നിട്ട് 1 മണിക്കൂറായി. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ലഭിക്കാത്തതുകൊണ്ട് നമ്മള് ആലുവ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ഒക്കെ ഭാഗത്താണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് എടുത്ത് കളമശ്ശേരി ചൂണ്ടി വഴി കളമശ്ശേരിക്ക് പോവാം. അപ്പൊ വഴിയുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കുകയല്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ചൂണ്ടി വഴി കളമശ്ശേരി. ഓക്കെ, ഇവിടുന്ന് നമുക്ക് പാലാരിവട്ടം അടിച്ചേക്കാണ് കേട്ടോ. നമ്മുടെ ഈ CNG പമ്പിന്റെ അങ്ങോട്ട് തിരിയുന്ന ആ ജംഗ്ഷനിൽ നിന്നാണ്. പാലാരിവട്ടത്തോട്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ അമ്മമാര് വിളിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ. ഇവിടെ തൊട്ടടുത്തെങ്ങാണ്ടാണ്. ഓക്കെ, അപ്പൊ ട്രിപ്പ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ നമ്മള് പാലാരിവട്ടത്തായിരുന്നു ആ ഡ്രോപ്പ്. അതും കഴിഞ്ഞ് വന്യ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഒരു തരത്തിൽ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് അവിടുത്തെ പതുക്കെ ഓഫാക്കി. നാളെ വിഷു ഒക്കെ അല്ല. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് എല്ലാം സെറ്റായി. ഇപ്പൊ നമ്മള് കുണ്ടന്നൂർ വന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും വിഷു ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം
നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്കിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ.